കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കാനുള്ള ജനവിധി പോളിംഗ് ബൂത്തുകളിൽ നിശബ്ദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ട് ഇപ്പോൾ 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ വൈകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റാണ് ഉയർത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങളും അട്ടിമറി ആരോപണങ്ങളും ഒടുവിൽ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. 48 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കമ്മീഷൻ ഇപ്പോൾ അന്തിമ പോളിംഗ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇത്തവണ രേഖപ്പെടുത്തിയത് 79.63% എന്ന തകർപ്പൻ പോളിംഗ് ആണ്. ഇത് കേവലം ഒരു അക്കമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ പോകുന്ന ശക്തമായ ജനവിധിയുടെ അടയാളമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം വിലയിരുത്തുന്നത്. EVM വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും ഒത്തുനോക്കിയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം 80 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ നേരിയ സാധ്യതയുണ്ടെങ്കിലും ഔദ്യോഗികമായി അതിന് താഴെയാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീ വോട്ടർമാരുടെ സമാനതകളില്ലാത്ത പങ്കാളിത്തമാണ്. 81.19% സ്ത്രീകളാണ് ഇത്തവണ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. പുരുഷന്മാരുടെ പോളിംഗ് 75.19% ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഈ പെൺകരുത്ത് ശ്രദ്ധേയമാകുന്നത്. ഇത്രയേറെ സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയത് ഭരണ തുടർച്ചയ്ക്കുള്ള പിന്തുണയാണോ അതോ ഭരണമാറ്റത്തിനായുള്ള ആഗ്രഹമാണോ എന്നത് മുന്നണികളെ ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. കൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട പകുതിയിലേറെ പേരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചു എന്നത് ജനാധിപത്യപരമായ മുന്നേറ്റമായി കാണാം. കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നത് വോട്ടുകളിൽ അട്ടിമറി നടത്താനാണോ എന്നായിരുന്നു വി.ഡി. സതീശൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയ കത്തിലൂടെ ചോദിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഓരോ ബൂത്തിലെയും കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ പക്കലുണ്ടെന്നും ഡാറ്റയിൽ 100% കൃത്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് സമയമെടുത്തതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം പോസ്റ്റൽ വോട്ടുകളിലെ വർധനവാണ്. മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിക്കാരും റെക്കോർഡ് വേഗത്തിലാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. ഹോം വോട്ട് സംവിധാനം വഴി 96% മുകളിൽ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നത് കമ്മീഷൻ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 1.25 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരും തങ്ങളുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 1982 ശേഷമുള്ള ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ പോളിംഗ് ശതമാനമാണിത്. 1987 80.54% എന്ന സർവ്വകാല റെക്കോർഡിന് തൊട്ടടുത്ത് ഇത്തവണത്തെ പോളിംഗ് എത്തി നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനത്തിലെ ഈ വലിയ കുതിപ്പ് ഭരണവിരുദ്ധ തരംഗമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കാറുള്ളത്. എന്നാൽ തങ്ങളുടെ കേഡർ വോട്ടുകൾ ചിട്ടയായി പോൾ ചെയ്യപ്പെട്ടുവെന്ന ആത്മവിശ്വാസത്തിൽ LDFും ജനങ്ങളുടെ വലിയ പ്രതിഷേധം വോട്ടായി മാറിയെന്ന് UDFും ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. മൂന്നാം ശക്തിയായി BJP എത്രത്തോളം വോട്ടുകൾ വിഹിതം പിടിച്ചടക്കുമെന്നതും മെയ് 4 ഫലത്തിൽ നിർണായകമാകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 140 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ മുന്നണികൾ ഇപ്പോൾ തലനാരിഴ കീറി പരിശോധിക്കുകയാണ്. 2.71 കോടി വോട്ടർമാരിൽ 2.12 കോടി പേർ തങ്ങളുടെ വിധി രേഖപ്പെടുത്തിയ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പുതിയൊരു ചരിത്രം എഴുതുമോ എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം.